എയർ ട്രാൻസാറ്റ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 236 അറ്റ്ലാന്റിക് സമുദ്രത്തിനു മുകളിലൂടെ അർദ്ധരാത്രിയിൽ 39,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. ടൊറന്റോയിൽ നിന്ന് ലിസ്ബണിലേക്കുള്ള യാത്രയായിരുന്നു അത്. എല്ലാ ദിവസത്തെയും പോലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിമാനം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങൾ സ്വന്തം മരണത്തെ മുൻപിൽ കാണാൻ പോവുകയാണെന്ന സത്യം ആ വിമാനത്തിനുള്ളിലെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് ക്യാപ്റ്റൻ ആ നടുക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. അതെ, വിമാനത്തിലെ ഇന്ധനം തീരാറായിരിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് ഇന്ധനം തീരുന്നത് മരണതുല്യമാണ്. പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന വൈമാനിക ചരിത്രത്തിലെ തന്നെ പലരും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരധ്യായമാണ്. 2001 ഓഗസ്റ്റ് 23 ഈ സംഭവം നടക്കുന്നത്. ടൊറന്റോയിൽ നിന്ന് ലിസ്ബണിലേക്ക് പോകുന്നതിനായി എയർ ട്രാൻസാറ്റ് എയർലൈൻസിന്റെ എയർബസ് A330 ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. 7 മണിക്കൂർ തുടർച്ചയായി പറക്കേണ്ട യാത്രയായതുകൊണ്ട് തന്നെ വിമാനത്തിൽ 48 മെട്രിക് ടൺ ഇന്ധനം നിറച്ചിരുന്നു. തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് യാത്രക്കാർ വിമാനത്തിൽ കയറാൻ തുടങ്ങി. അപ്പോൾ സമയം ഏകദേശം രാത്രി 9 മണിയായിരുന്നു. 293 യാത്രക്കാരും 13 ജീവനക്കാരും ഉൾപ്പെടെ ആകെ 306 പേരാണ് ഫ്ലൈറ്റ് 236 ഉണ്ടായിരുന്നത്. 16,000 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള 48 വയസ്സുകാരനായ റോബർട്ട് പിച്ചെ ആയിരുന്നു ഫ്ലൈറ്റ് ക്യാപ്റ്റൻ. ഫസ്റ്റ് ഓഫീസറായി 28 വയസ്സുകാരനായ ഡിർക്ക് ഡെ ജാഗറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5000 മണിക്കൂർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ 400 മണിക്കൂർ ഇതേ എയർബസ് A330 വിമാനം പറത്തിയുള്ള പരിചയമായിരുന്നു. വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് 236 വെറും 2 വർഷം മാത്രം പഴക്കമുള്ള ഏറ്റവും പുതിയ എയർബസ് A330 ആയിരുന്നു. ചുരുക്കത്തിൽ പൈലറ്റുമാർക്ക് എക്സ്പീരിയൻസിന് കുറവുണ്ടായിരുന്നില്ല. വിമാനത്തിന് പ്രത്യേകിച്ച് തകരാറുകളും ഉണ്ടായിരുന്നില്ല. എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം വിമാനം ആകാശത്തേക്ക് പറന്നുയർന്നു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ വിമാനം 39,000 അടി ഉയരത്തിലെത്തി. സാധാരണയായി ഇത്രയും വലിയ യാത്രകളിൽ പൈലറ്റുമാർക്ക് അധികം ജോലി ഉണ്ടാകാറില്ല. കാരണം ഓട്ടോ പൈലറ്റ് സിസ്റ്റം മിക്ക ജോലികളും ചെയ്യും. ഇങ്ങനെയുള്ള യാത്രകളിൽ പൈലറ്റുമാർ പ്രധാനമായും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും കൺട്രോൾ ടവറുമായി ലൊക്കേഷനും സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 4 മണിക്കൂർ കഴിഞ്ഞു. എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. രാത്രി ആയതിനാൽ തന്നെ മിക്ക യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. അപ്പോഴേക്കും വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലെത്തിയിരുന്നു. അപ്പോഴാണ് എല്ലാത്തിൻ്റെയും തുടക്കം. കനേഡിയൻ സമയം പുലർച്ചെ 1 മണിക്കാണ് വലതുവശത്തെ എഞ്ചിനായ എഞ്ചിൻ നമ്പർ 2 അൺയൂഷ്വൽ റീഡിംഗ് പൈലറ്റ് ശ്രദ്ധിക്കുന്നത്. എഞ്ചിൻ ഓയിലിന് പ്രഷർ കൂടുതലാണെന്നും ഓയിലിന്റെ അളവും താപനിലയും കുറവാണെന്നും പൈലറ്റ് മനസ്സിലാക്കി. അവർ തങ്ങളുടെ കരിയറിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു എറർ കാണുന്നത്. അവർ ഉടൻ തന്നെ ഫ്ലൈറ്റ് മാനുവൽ തുറന്ന് ഈ എററിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. സാധാരണയായി ഒരു വിമാനം പ്രവർത്തിക്കുമ്പോൾ ഓയിലിന്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ താഴ്ന്ന ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. ഈ എററിനെ കുറിച്ചുള്ള ഒരു വിവരവും അവർക്ക് ഫ്ലൈറ്റ് മാനുവലിൽ നിന്ന് ലഭിച്ചില്ല. അതിനാൽ തന്നെ പൈലറ്റുമാർ ഉടൻ തന്നെ കാനഡയിലുള്ള എയർ ട്രാൻസാറ്റിന്റെ മെയിൻ്റനൻസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഈ എററിനെ കുറിച്ച് അറിയിച്ചു. നിർഭാഗ്യവശാൽ ഈ എററിനെ കുറിച്ച് മെയിൻ്റനൻസ് യൂണിറ്റിനും അറിയില്ലായിരുന്നു. പ്രശ്നം നിരീക്ഷിക്കാൻ അവർ പൈലറ്റിനോട് ആവശ്യപ്പെടുകയും കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ബന്ധപ്പെടാമെന്നും പറഞ്ഞു. വിമാനത്തിന്റെ വലത് എഞ്ചിനിലാണ് റീഡിങ്ങുകൾക്ക് എറർ കാണിച്ചിരുന്നതെങ്കിലും വിമാനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ സെൻസറിലെ പ്രശ്നമായിരിക്കും ഈ എറർ എന്ന് കരുതി പൈലറ്റുമാർ സമാധാനിച്ചു. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ് ക്യാപ്റ്റന് മറ്റൊരു മെസ്സേജ് ലഭിച്ചു. ഈ മെസ്സേജ് ഓയിലിനെ കുറിച്ചായിരുന്നില്ല, പകരം ഇന്ധനത്തെക്കുറിച്ചായിരുന്നു. കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളുടെ ചിറകുകളിലാണ് സാധാരണയായി ഇന്ധനം സ്റ്റോർ ചെയ്യാറുള്ളത്. അതിനാൽ തന്നെ ഈ മെസ്സേജ് വഴി വിമാനത്തിന്റെ 2 ചിറകുകളിലും ഒരേ അളവിൽ ഇന്ധനം ഇല്ലെന്ന് പൈലറ്റ് മനസ്സിലാക്കി. വലത് ചിറകിൽ ഇടത് ചിറകിനേക്കാൾ ഇന്ധനം കുറവായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രശ്നം അത്ര ഗുരുതരമായിരുന്നില്ല. കാരണം ഈ പ്രശ്നം പറക്കുന്നതിനിടെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അതിനാൽ തന്നെ ഇത് പരിഹരിക്കാനായി ക്യാപ്റ്റൻ ക്രോസ് ഫീഡ് വാൾവ് തുറന്നു. അതിലൂടെ ഇടത് ചിറകിൽ നിന്ന് വലത് ചിറകിലേക്ക് ഇന്ധനം ഒഴുകാൻ തുടങ്ങി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 2 ചിറകുകളിലെയും ഇന്ധനം തുല്യമായി. പക്ഷേ 10 മിനിറ്റുകൾക്ക് ശേഷം ക്യാപ്റ്റന് ലോ ഫ്യൂവൽ വാർണിംഗ് ലഭിക്കാൻ തുടങ്ങി. വലത് ചിറകിലെ ഇന്ധനം വീണ്ടും കുറഞ്ഞതായി പൈലറ്റ് ശ്രദ്ധിച്ചു.
ഇപ്പോൾ 2 ചിറകുകളിലെയും ഇന്ധനം കൂട്ടിച്ചേർത്താൽ പോലും ലിസ്ബണിലെത്താൻ ആവശ്യമായ ഇന്ധനം ഉണ്ടായിരുന്നില്ല. 100 കണക്കിന് ആളുകളുടെ മരണം മുൻപിൽ കാണുന്ന നിമിഷമായിരുന്നു അത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ വിമാനം തിരിച്ചുവിടാൻ അവർക്ക് അധികം വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അസോറസ് ദ്വീപ്. ഈ ദ്വീപുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പോർച്ചുഗീസ് പ്രദേശത്തിന്റെ ഭാഗമാണ്. അവിടെ ടെസേറ എന്ന ദ്വീപിൽ ഒരു വിമാനത്താവളമുണ്ട്. ഇന്ധനം കുറവായതുകൊണ്ട് ആ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് ക്യാപ്റ്റൻ സാന്താമരിയ ATCയെ അറിയിച്ചു. പക്ഷേ അവർക്ക് ആ വിമാനത്താവളത്തിൽ എത്താൻ കഴിയുമോ അതോ സമുദ്രത്തിൽ തന്നെ ഇറക്കേണ്ടി വരുമോ എന്ന് പൈലറ്റിന് അപ്പോഴും ഉറപ്പില്ലായിരുന്നു. അപ്പോൾ വിമാനത്തിൽ ഏകദേശം 7 ടൺ ഇന്ധനം ബാക്കിയുണ്ടായിരുന്നു. അതായത് ഏകദേശം 7000 കിലോ ഇന്ധനം. ഇത് കേൾക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ വിമാനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റിയുടെ 6% മാത്രമായിരുന്നു അതും അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ധനം എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറയുന്നത് എന്നതായിരുന്നു അപ്പോഴത്തെ പ്രധാന ചോദ്യം. ഇത് സെൻസറിൻ്റെ പ്രശ്നമായിരുന്നോ അതോ ശരിക്കും ഇന്ധനം കുറയുകയായിരുന്നോ എന്ന് അപ്പോഴും പൈലറ്റിന് ഉറപ്പില്ലായിരുന്നു. സാധാരണഗതിയിൽ വിമാനത്തിൻ്റെ എവിടെയെങ്കിലും ഇന്ധനച്ചോർച്ച ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ഫ്യുവൽ കുറയാറുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ ക്യാപ്റ്റൻ ഫ്ലൈറ്റ് ക്രൂവിനോട് വിമാനത്തിൻ്റെ ചിറകിൻ്റെ പിന്നിലെ ഭാഗം പോയി പരിശോധിക്കാൻ പറഞ്ഞു. ഇന്ധനം ചോർന്നതാണെങ്കിൽ അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. പക്ഷേ ഇരുട്ട് കാരണം ക്രൂവിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയം ഓരോ 5 മിനിറ്റിലും ഏകദേശം 1 ടൺ ഇന്ധനം കുറയുന്ന അവസ്ഥയായിരുന്നു. അതിനാൽ തന്നെ ഇന്ധനം എവിടെയോ ലീക്കാവുന്നുണ്ടെന്ന് ക്യാപ്റ്റന് അപ്പോൾ മനസ്സിലായി. പക്ഷേ അവർക്ക് ഇനി 25 മിനിറ്റ് പറക്കാനുള്ള ഇന്ധനം മാത്രമേ അതിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ടെസേറ എയർപോർട്ടിൽ എത്തുമോ എന്ന് ഉറപ്പില്ല. അതിനിടെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും മെയിൻ്റനൻസ് യൂണിറ്റുമായും ATCയുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഫ്യുവൽ ലീക്ക് ഉറപ്പാക്കാൻ വിമാനം 39,000 അടിയിൽ നിന്ന് 20,000 അടിയിലേക്ക് താഴ്ത്താൻ മെയിൻ്റനൻസ് യൂണിറ്റ് ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ക്യാപ്റ്റൻ അതിന് തയ്യാറായില്ല. കാരണം ഇന്ധനച്ചോർച്ച സ്ഥിരീകരിച്ചാൽ പോലും വിമാനത്തെ തിരിച്ച് ഉയർത്താൻ കഴിയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. കുറഞ്ഞ പക്ഷം 39,000 അടിയിൽ ഗ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനെങ്കിലും അവർക്കുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. അതായത് പെട്ടെന്ന് വിമാനത്തിൻ്റെ വലത് എഞ്ചിനിൽ തീപിടിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. വിമാനത്തിൽ ഇപ്പോൾ ഏകദേശം 4.5 ടൺ ഇന്ധനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കൂടാതെ ഒരു എഞ്ചിൻ മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു എഞ്ചിൻ വെച്ച് പറക്കുക എന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ ഉയരം പതിയെ കുറക്കാൻ തുടങ്ങി. മറുവശത്ത് ടെസേറ എയർപോർട്ടിൽ എമർജൻസി പ്രഖ്യാപിച്ചു. ഫയർ ട്രക്കുകളും എമർജൻസി ക്രൂവും ഏത് തരത്തിലുള്ള സിറ്റുവേഷനും നേരിടാൻ തയ്യാറെടുത്തു. ടെസേറ എയർപോർട്ടിൽ നിന്ന് 240 കിലോമീറ്റർ അകലെയായിരുന്ന വിമാനത്തിൽ ഇനി 600 കിലോഗ്രാം ഇന്ധനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ അവർ ഭയപ്പെട്ടതുപോലെ അതും സംഭവിച്ചു. ഇടത് എഞ്ചിൻ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അതിനും തീപിടിച്ചു. അങ്ങനെ വിമാനം എഞ്ചിനുകളില്ലാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ഗ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. 2 എഞ്ചിനുകളും ഓഫായതുകൊണ്ട് തന്നെ വിമാനത്തിനകത്ത് ഇരുട്ടായി മാറുകയായിരുന്നു. കാരണം വിമാനത്തിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റവും എഞ്ചിൻ കാരണമാണ് പ്രവർത്തിക്കുന്നത്. ഭാഗ്യവശാൽ വിമാനത്തിൻ്റെ ഓട്ടോമാറ്റിക് ടർബൈൻ വർക്കായിരുന്നു. ഇത് കോക്പിറ്റിലെ പ്രധാന ഉപകരണങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി മാത്രം കാറ്റിൻ്റെ സഹായത്തോടെ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിമാനം ടെസേറ എയർപോർട്ടിൽ നിന്നും 120 കിലോമീറ്റർ അകലെയായിട്ട് ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വിമാനം 30,000 അടിയിലേക്ക് താഴുകയും ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ വിമാനത്തിന് എയർപോർട്ടിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവനക്കാർ യാത്രക്കാരെ വാട്ടർ ലാൻഡിങ്ങിനായി തയ്യാറാക്കാൻ തുടങ്ങി. സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും അപകടകരമാണ്. കാരണം യാത്രക്കാർ ലാൻഡിങ്ങിൽ രക്ഷപ്പെട്ടാലും അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയേക്കാം. ഇനി വെള്ളത്തിൽ മുങ്ങിയില്ലെങ്കിൽ തണുത്ത വെള്ളം കാരണം ഹൈപ്പോതെർമിയ ബാധിച്ച് മരിക്കാനും സാധ്യതയുണ്ട്. സാധാരണയായി എഞ്ചിനില്ലാതെ ഒരു യാത്രാ വിമാനം ഗ്ലൈഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വിമാനത്തിൻ്റെ പിച്ച് കൺട്രോൾ മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അത് പൈലറ്റ് മാനുവലായി നിയന്ത്രിക്കുകയായിരുന്നു. വിമാനത്തിൻ്റെ ഉയരം ഓരോ മിനിറ്റിലും അടി എന്ന നിരക്കിൽ കുറയുകയായിരുന്നു. അതായത് അടുത്ത 15 മിനിറ്റിനുള്ളിൽ വിമാനം ഒന്നുകിൽ എയർപോർട്ടിലെത്തും അല്ലെങ്കിൽ സമുദ്രത്തിൽ പതിക്കും എന്ന അവസ്ഥ. വിമാനം ടെസേറ എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിരുന്നപ്പോൾ വിമാനത്തിൻ്റെ ഉയരം 13,000 അടിയായിരുന്നു. സാധാരണയായി അങ്ങനെ ഒരു ദൂരത്തിൽ
3000 അടി ഉയരം മതിയായിരുന്നു. ഇനി പൈലറ്റ് നോസ് ഡൈവ് നടത്തി ഉയരം താഴ്ത്താൻ ശ്രമിച്ചാൽ വിമാനത്തിൻ്റെ വേഗത വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാൻഡിംഗ് സമയത്ത് വിമാനം തകർന്ന് വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പൈലറ്റ് അവിടെ വെച്ച് ഒരു 360 ഡിഗ്രി തിരിയാൻ തീരുമാനിച്ചത്. ഒരു തവണ തിരിഞ്ഞപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ദൂരം അതേപടി നിലനിന്നു. പക്ഷേ ഉയരം 5000 അടിയിലേക്ക് താഴ്ന്നിരുന്നു. ഈ ഉയരവും ഇപ്പോഴും കൂടുതലായിരുന്നു. പക്ഷേ മറ്റൊരു 360 ഡിഗ്രി ടേൺ ചെയ്യാൻ മാത്രം അത് കൂടുതലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൈലറ്റ് വിമാനത്തെ റൺവേയുമായി യോജിപ്പിക്കുകയും കുറച്ച് എസ്റ്റേണുകൾ ചെയ്യുകയും ചെയ്തു. എസ്റ്റേണുകൾ കാരണം റൺവേയിൽ നിന്ന് വിമാനത്തിൻ്റെ ദൂരം വർദ്ധിക്കുകയും ഉയരം കുറയ്ക്കാൻ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്തു. സാധാരണ സാഹചര്യങ്ങളിൽ ലാൻഡിങ്ങിനിടെ ഡ്രാഗ് ഉണ്ടാക്കാൻ ഫ്ലാപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എഞ്ചിൻ്റെ ശക്തി കൂട്ടി വിമാനത്തിൻ്റെ മുൻഭാഗം ഉയർത്താറുമുണ്ട്. പക്ഷേ പ്രസ്തുത വിമാനത്തിന് എഞ്ചിൻ ത്രസ്റ്റ് ഇല്ലാതായിരുന്നതുകൊണ്ട് തന്നെ ഈ ലാൻഡിംഗ് വളരെ അപകടകരമായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് ഒരൊറ്റ അവസരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ രണ്ടാം ജന്മം അല്ലെങ്കിൽ മരണം. ഇത് മാത്രമായിരുന്നു അവരുടെ മുൻപിലുണ്ടായിരുന്നത്. ഒടുവിൽ വിമാനം റൺവേയിൽ ശക്തമായ ഒരു ജെർക്കിങ്ങോടെ ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ വിമാനത്തിൻ്റെ 12 ടയറുകളിൽ 8 എണ്ണവും പൊട്ടിത്തകരുകയായിരുന്നു. അതിനാൽ തന്നെ കൺട്രോൾ നഷ്ടമായെങ്കിലും എങ്ങനെയോ വിമാനം തെന്നിമാറി നിൽക്കുകയായിരുന്നു. പക്ഷേ വിമാനം നിന്നയുടൻ ലാൻഡിംഗ് ഗിയറിൽ തീപിടുത്തമുണ്ടായി. അത് എയർപോർട്ട് ക്രൂ ഉടൻ തന്നെ അണച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാവുകയായിരുന്നു. ചരിത്രത്തിൽ എഞ്ചിനില്ലാതെ ഏറ്റവും കൂടുതൽ സമയം ഗ്ലൈഡ് ചെയ്ത യാത്രാ വിമാനമാണ് ഫ്ലൈറ്റ് 236. ആ 306 മനുഷ്യജീവനുകൾ ക്രൂ മെമ്പേഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടും ധൈര്യം കൊണ്ടും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ സംഭവശേഷം വലത് എഞ്ചിനിലെ ഇന്ധന ചോർച്ചയെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ടേക്ക് ഓഫിന് മുൻപ് മെയിൻ്റനൻസ് ക്രൂ എഞ്ചിൻ്റെ ഒരു ഭാഗം മാറ്റിയിരുന്നു അത്രേ. പക്ഷേ ആ ഭാഗം മറ്റൊരു വിമാനത്തിൻ്റെതായിരുന്നു. ലൂസ് ഫിറ്റിംഗ് കാരണം അത് വൈബ്രേഷൻ ഉണ്ടാക്കിയിരുന്നു. അത് അടുത്തുള്ള ഫ്യുവൽ ലൈൻ പൊട്ടാൻ കാരണമായി. ഇതായിരുന്നു ഇന്ധന ചോർച്ചയ്ക്കുള്ള കാരണം. ഈ സംഭവത്തിന് ശേഷം പറക്കുന്നതിനിടെ പൈലറ്റുമാർക്ക് ഫ്യുവൽ ലീക്കിംഗ് കണ്ടെത്താൻ കഴിയുന്ന ഒരു പുതിയ സിസ്റ്റം എയർബസ് സ്ഥാപിക്കുകയായിരുന്നു. 1 വർഷത്തിന് ശേഷം ക്യാപ്റ്റൻ റോബർട്ട് പിച്ചയും ഫസ്റ്റ് ഓഫീസർ ഡിർക്ക് ഡെ ജാഗറിനും ഡെസ്റ്റിക് ലാൻഡിംഗ് നടത്തിയതിന് സുപ്പീരിയർ എയർഷിപ്പ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഏതായാലും ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും രണ്ടാം ജന്മമായിരുന്നു 2001 ഓഗസ്റ്റ് 23. ഇത്തരത്തിലുള്ള വൈമാനിക ചരിത്രത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും താല്പര്യമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.